നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആവലിനെ കുറിച്ചാണ്. അൾമേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹോളോപ്റ്റീലിയ ഇൻഡിഗ്രിഫോളിയ. ഇന്ത്യയോ ഇന്തോനേഷ്യയോ ചൈനയോ ആണ് ആവലിൻ്റെ ജന്മദേശം. ദക്ഷിണേന്ത്യയിലെ ഇലപൊഴിക്കും കാടുകളിലും കേരളത്തിലെ ഉൾപ്രദേശങ്ങളിലുമാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. വേനൽക്കാലത്തും വർഷകാലത്തുമായി 2 പ്രാവശ്യം ഇലപൊഴിക്കുന്ന ഇവ വൻമരമായോ ഇടത്തരം വൃക്ഷമായോ കാണപ്പെടാറുണ്ട്. ഇളം മഞ്ഞ കലർന്ന തവിട്ടു നിറമാണ് ഇതിൻ്റെ തടിക്ക്. ചെറു കുരുക്കൾ നിറഞ്ഞ ഇതിൻ്റെ പട്ട തുണ്ടുതുണ്ടുകളായി അടർന്നു പോകുന്നു. ഇവയ്ക്ക് മഞ്ഞ കലർന്ന ചാരനിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയുടെ തടിക്ക് കാതലില്ലാത്തതിനാൽ പ്രധാനപ്പെട്ട പണികൾക്കൊന്നും ഇവയെ ഉപയോഗിച്ച് വരാറില്ല. എങ്കിലും തീപ്പെട്ടി, കടലാസ്, പാക്കിംഗ് കേസുകൾ എന്നിവ ഉണ്ടാക്കാനായി ഇവ ഉപയോഗിക്കാറുണ്ട്. ഇവയ്ക്ക് തണുപ്പ് സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കൂടി അതികഠിനതയെ അതിജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കില്ല. ഇവയുടെ ഇലകൾ ദീർഘ അണ്ഡാകൃതിയിലോ വൃത്താകൃതിയിലോ ആയി കാണപ്പെടുന്നു. ഇലകളുടെ മുകൾ ഭാഗം പച്ച നിറത്തിലാണെങ്കിൽ കൂടി അടിവശം ഇളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇലഞ്ഞെട്ടുകൾക്ക് ഏകദേശം 1 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. ഇലകൾ തിരുമ്മിയാലും അതുപോലെ തന്നെ തടി മുറിച്ചാലും ദുർഗന്ധം വമിക്കും. ഇതിൻ്റെ പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. പച്ച കലർന്ന ധൂമ്രവർണ്ണത്തിലോ ചിലപ്പോൾ തവിട്ടു നിറത്തിലോ ഇവ കാണാറുണ്ട്. ജനുവരിയിലാണ് ഇതിൻ്റെ പൂക്കാലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. പച്ച കലർന്ന ചുവപ്പ് നിറത്തിലാണ് ശുഷ്കഫലങ്ങൾ കാണപ്പെടുന്നത്. ഇവ മെയ് മാസത്തിലാണ് ഉണ്ടാകുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ നെക്തമാല, പൂതികരഞ്ച, കലിംഗഫലം, ചിരിബില്വ, ദന്തദാവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ ആവി, ഞെട്ടാവൽ, ആവിൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ കായ ഉങ്ങിൻ കായയോട് സദൃശ്യമായിരിക്കും. വിത്തുകൾ പരന്നതും ശുഷ്കവുമായിരിക്കും. ഇതിൽ ബീറ്റാസൈറ്റോസ്റ്റിറോൾ, ലിഗ്നിൻ തുടങ്ങിയ രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് അഗ്നി വർദ്ധിപ്പിക്കുന്നതും വിരേചനിയുമാണ്. അതുപോലെ തന്നെ കുഷ്ഠത്തിനും വാതരോഗത്തിനും ഉപയോഗിച്ചു വരുന്നു. വാതരോഗത്തിൽ ആവിൻപട്ട കഷായം വളരെ പ്രധാനപ്പെട്ടവയാണ്. ആവിയില നീർ സേവിച്ചാൽ കബജമായ മന്ത് ശമിക്കും. അതുപോലെ തന്നെ ഇന്ദുകാന്തകൃതത്തിൽ ആവിപ്പട്ട ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കും. ആവില് അല്ലെങ്കിൽ ആവല്, പൂതീകദാരു, ഇതൊക്കെ പല പേരുകളും പറയുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഇന്ദുകാന്തം. ഇന്ദുകാന്ത ഘൃതമുണ്ട്, ഇന്ദുകാന്ത കഷായമുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ ആവല്. ഇത് ഈ വാദവ്യതി, ആമവാദം, രക്തവാദം, ഇതിൻ്റെ കഷായം വെച്ച് കഴിക്കുക. ഇത് തന്നെ എണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ഈ ആമവാദത്തിന്, രക്തവാദത്തിന്, സന്ധിഗതവാദത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇത് അകത്തേക്ക് കഴിക്കുക. അതുപോലെ ഇതിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഈ ചൊറി ചരങ്ങൾക്ക് കുറവുണ്ടാകും. പിന്നെ ഈ കഫം, തൊണ്ടയിൽ കഫമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് അല്ലെങ്കിൽ ഇടിച്ച് നീരെടുത്ത് തേൻ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ കഫം പെട്ടെന്ന് കുറയും. പൊതുവെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള ഒരു ഔഷധമാണ് ഈ ആവിൽ.